നമസ്കാരം, വെൽക്കം ടു ഏജ് ആൻഡ് ടോക്സ്. ഡയബറ്റീസ് അഥവാ പ്രമേഹത്തിൻ്റെ റിവേഴ്സലിനെ പറ്റിയാണ്. അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മിഥ്യയാണോ അതോ ഇതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇത് സസ്റ്റൈനബിൾ ആണോ അതോ ലോങ് ടേമിൽ ഇത് പോസിബിൾ ആണോ എന്ന കാര്യത്തെ പറ്റിയുമാണ്. എന്താണ് ടൈപ്പ് 2 പ്രമേഹത്തിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ടൈപ്പ് 2 പ്രമേഹം പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് ഡയബറ്റീസ് റെമിഷൻ അഥവാ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ പറയുന്നത് സ്ട്രാറ്റജീസ് ആണ് ഡയബറ്റീസ് റിവേഴ്സൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി വെയിറ്റ് റിഡക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് കുറയ്ക്കുന്നതിന് ഡയറ്ററി മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനമായി പറയുന്നത് നമ്മുടെ ഡയറ്റിലെ കാലറി കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളത്. വെരി ലോ കാലറി ഡയറ്റ്, ഡയറക്ടറായി പറഞ്ഞതുപോലെ തന്നെ അറൗണ്ട് 800 to 900 കിലോ കാലറി ഡയറ്റ് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റ് ചെയ്ത് പ്രോട്ടീൻ്റെ അളവ് കൂട്ടിയോ ഫാറ്റ് കൂട്ടിയോ, അതായത് കീറ്റോജനിക് ഡയറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഇത് കൂടാതെ ബേരിയാട്രിക് സർജറി, അതായത് നമ്മൾ ആമാശയത്തിലോ അതുപോലെ തന്നെ വൻകുടലിലോ ചെറുകുടലിലോ നടത്തുന്ന ബൈപ്പാസ് സർജറി മൂലം അബ്സോർപ്ഷൻ കുറയ്ക്കുകയും അതുപോലെ തന്നെ റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയറുമാണ് ബേരിയാട്രിക് സർജറി. അപ്പോൾ ഈ സ്ട്രാറ്റജീസിലൂടെയെല്ലാം വെയിറ്റ് ലോസ് നടത്തി നമുക്ക് ഡയബറ്റീസ് റിമിഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പേഷ്യൻസിനോട് പറയുകയാണെങ്കിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ആക്ച്വലി എല്ലാവർക്കും ഇത് പോസിബിൾ ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പറ്റുന്ന രീതിയിൽ ഡയറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അഥവാ എക്സസൈസ്. ഒരു ദിവസത്തിൽ നമ്മളൊരു ആഴ്ചയിൽ പറഞ്ഞ ഒരു 5 ദിവസമെങ്കിലും മിനിമം ഒരു കാർഡിയാക് ആക്ടിവിറ്റി, അതായത് ഒരു 30 minutes ഓഫ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. വളരെ ഏറ്റവും സിമ്പിളായൊരു ഇത് പറയുകയാണെങ്കിൽ ഒരു ബ്രിസ്ക് വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, സ്കിപ്പിംഗ് ഇതെല്ലാം അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഡയറ്റിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആർക്കൊക്കെയാണ് ഡയബറ്റീസ് റെമിഷൻ പോസിബിൾ? എല്ലാ ഡയബറ്റീസ് പേഷ്യൻസിന് പറ്റുമോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡയബറ്റീസിൻ്റെ സങ്കീർണതകളുള്ള എല്ലാ പേഷ്യൻസിനും ഇത് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഏജ്. എപ്പോഴാണ് ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നുള്ളത്? ഒരു 50 വയസ്സിനും താഴെ പ്രായമുള്ളവർക്ക് ഡയബറ്റീസ് റെമിഷൻ കുറച്ചും കൂടെ ഫേവറബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടർ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് കണ്ടുപിടിച്ചതിന് ശേഷം എത്ര വർഷമായി എന്നുള്ളത്. 10 വർഷത്തിന് താഴെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് താഴെ ഡ്യൂറേഷൻ ആണെങ്കിൽ റെമിഷൻ കുറച്ചും കൂടെ ഫേവറബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അമിതവണ്ണം അഥവാ പൊണ്ണത്തടിയുള്ള ആളുകളിലാണ് ഡയബറ്റീസ് റെമിഷൻ കൂടുതലായി കണ്ടുവരുന്നത്. അതുപോലെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകളും ഡയബറ്റീസ് സങ്കീർണതകളുള്ള ആളുകളും മറ്റ് കോമോബിഡിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയബറ്റീസ് റെമിഷൻ പോസിബിൾ അല്ല. ടൈപ്പ് 2 പ്രമേഹത്തിലാണ് നമ്മൾ ഡയബറ്റീസ് റെമിഷനെ കുറിച്ച് കൂടുതലായി പറയുന്നത്. ഇതുകൂടാതെ മറ്റു പ്രമേഹം, അതായത് ടൈപ്പ് 1 പ്രമേഹത്തിൽ ഇത് പോസിബിൾ അല്ല. കാരണം അവിടെ ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ടോട്ടലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസിന് ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നു. ഒരു കാരണവശാലും ആൾക്കാർ ഈ ഒരു മിഥ്യയിൽപ്പെടുത്തരുത്. കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഡയബറ്റീസ് റെമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ഡയബറ്റീസ്, പാൻക്രിയാസിൻ്റെ ബാധിപ്പ് കൊണ്ട് വരുന്ന ഡയബറ്റീസ്, അതായത് പാൻക്രിയാറ്റിക് ഡക്റ്റിൽ കല്ലുകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടോ ഫൈബ്രോ കാലിക്കുലസ് പാൻക്രിയാറ്റിക് ഡയബറ്റീസിലോ ഇത് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ ഡയബറ്റീസ് മെലിറ്റസ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സങ്കീർണതകളുണ്ടെങ്കിലും ഇത് ആപ്ലിക്കബിൾ അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, ഇത് സസ്റ്റൈനബിൾ ആണോ, അതായത് ലോങ് ടേമിൽ പേഷ്യൻ്റ് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ പേര് തന്നെ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിയായി നിൽക്കുന്നത്. ഡയബറ്റീസ് റിവേഴ്സൽ എന്നതിനേക്കാളും ആപ്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് റെമിഷൻ എന്നാണ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനും അതുപോലെ മറ്റ് ഗൈഡ് ലൈൻസും ഇപ്പോൾ പറയുന്നത്. അതായത് ഡിസീസ് പ്രോസസ്സിന് മാറ്റമൊന്നും വരുന്നില്ല, പക്ഷേ ഡിസീസിനെ നമ്മൾ ആക്ച്വലി കൺട്രോൾ ചെയ്ത് നിർത്തുന്നു ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ. പക്ഷെ നമ്മൾ എന്ന് അതിൽ നിന്നും ഒരു പാളിച്ച ഉണ്ടാകുന്നു അന്ന് ഈ ഡയബറ്റീസ് റിവേഴ്സലോ അതേപോലെ തിരിച്ചു വരാനോ അതേപോലെ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ പക്ഷേ ഇതിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ പലപ്പോഴും ആൾക്കാർക്ക് കംപ്ലീറ്റ് റെമിഷൻ കിട്ടണമെന്നില്ല, അതായത് ഫുള്ളായിട്ട് ഗ്ലൂക്കോസ് ലോവറിങ് മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്ന പല പേഷ്യൻസിനും അത് നിർത്താൻ സാധിക്കുന്നു. അതുപോലെ 3-4 ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന പലവർക്കും 1-2 ഗുളികളായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഷുഗർ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രഷറും കൊളസ്ട്രോളും മറ്റ് കോംപ്ലിക്കേഷൻസും എല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിലനിൽക്കുന്നത്.
അപ്പോൾ ഡയബറ്റീസ് റിവേഴ്സലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം റെമിഷൻ ആണ് ഏറ്റവും നല്ലൊരു വേർഡ്. നമുക്ക് റെമിഷൻ എന്നത് കംപ്ലീറ്റോ പാർഷ്യലോ ആകാം. നമുക്ക് ഗുളികകൾ പൂർണ്ണമായോ ഭാഗികമായോ നിർത്താൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇത് എല്ലാ ടൈപ്പ് 2 പേഷ്യൻസിനും ആപ്ലിക്കബിൾ അല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഉള്ള ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്കാണ് ഇത് പ്രധാനമായും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ മറ്റു പ്രമേഹ രോഗികൾക്ക് ടൈപ്പ് 2 പ്രമേഹമല്ലാതെ കാണുന്ന പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റീസും അതുപോലെ റെയറായിട്ട് കാണുന്ന മറ്റ് ഡയബറ്റീസ് ഫോമുകളിലും അതുപോലെ ഡയബറ്റീസിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. പിന്നെ ഏറ്റവും പ്രധാനമായ കാര്യം സസ്റ്റൈനബിലിറ്റി. അപ്പോൾ നമ്മൾക്ക് ഒരു പേഷ്യൻറ്റിന് ആക്ച്വലി ഇത് റിവേഴ്സ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് കുറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഡയബറ്റീസ് റെമിഷനെ പറ്റിയോ അല്ലെങ്കിൽ പ്രമേഹത്തെ പറ്റിയോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ദിസ് ഈസ് ഡോക്ടർ അജീഷ് സൈനിങ് ഓഫ് ഫ്രം AJ Endotox. താങ്ക് യു.